പഴയതുപോലെ അത്ര ഫോക്കസ് കിട്ടുന്നില്ല. ഒരു കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിലും ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞ പല ആൾക്കാരും ഇപ്പോൾ ഉഴപ്പാണ്, ഒരു ലേസിയാണല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ടോ? പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഒരു മെമ്മറി നമുക്കൊന്നും അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു ഡിസിഷൻ എടുക്കാൻ പോലും ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങളുടെ ലേസിനെസ്സിൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ ബ്രെയിൻ ഫോഗ് ആയതാണ്. ഇതിനെ നമ്മൾ ബ്രെയിൻ ഫോഗ് എന്നാണ് പറയുന്നത്. ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ല, ഇതൊരു വാർണിംഗ് സൈനാണ്. നമ്മുടെ നെർവ് സിസ്റ്റം നമ്മളോട് പറയാണ് നിങ്ങളുടെ ബ്രെയിൻ എക്സ്ഹോസ്റ്റഡ് ആണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു വാർണിംഗ് സൈനാണ്. എന്തുകൊണ്ടാണ് ബ്രെയിൻ ഫോഗ് വരുന്നതെന്ന് നോക്കാം. ബ്രെയിൻ ഫോഗ് വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീപ്ലെസ്നെസ് ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല. നമ്മുടെ ബോഡിക്ക് പ്രോപ്പറായിട്ട് വേണ്ടത് ഉറക്കമാണ്. ആ ഉറക്കം നമ്മൾ കൊടുക്കുന്നില്ല. ഓവറായിട്ട് സ്ട്രെസ്സ് നമ്മൾ കീപ്പ് ചെയ്യുകയാണ്. നമുക്ക് വരുന്ന വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ ആരോടും പറയാതെ നമ്മളിൽ തന്നെ ഒതുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഇമോഷൻസിനെ നമ്മൾ പുറത്തോട്ട് വിടാതെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല എങ്കിൽ നമ്മൾ ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്, ഓവറായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത് എല്ലാം ബ്രെയിൻ ഫോഗിൻ്റെ കാരണമായി വരുന്നതാണ്. ഇത് കാരണം നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആവും. നമുക്ക് താങ്ങാനാകുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ലോഡ് കയറ്റുന്ന ഒരു ലോറി ആയിക്കോട്ടെ, അതിന് താങ്ങാൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് വരെ അത് താങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന് താങ്ങാൻ കഴിയത്തില്ല. സെയിം ആണ് ഇവിടെ. ഈ ബ്രെയിന് നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അത് നമുക്ക് സഹായിക്കാനായിട്ട് താങ്ങുന്നുണ്ട്. അതിനപ്പുറം നമ്മളൊരു സ്ട്രെസ് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് എങ്കിൽ ബ്രെയിൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതാകുകയും ബ്രെയിൻ ഫോഗ് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രെയിൻ ഫോഗിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളത് നോക്കാം. ഈ ബ്രെയിൻ ഫോഗ് മാറ്റാനായിട്ട് വലിയ മാജിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൊതുവെ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫോൺ നോക്കുക എന്നുള്ളതാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഫോണല്ല, ഒരു സ്ലീപ്പി ബ്രെയിന് വേണ്ടത് ഫോണല്ല, വെള്ളമാണ്. അതിന് ഈവൻ ഒരു ഗ്ലാസ് വെള്ളം എങ്കിലും നമ്മൾ നമ്മളുടെ ബ്രെയിന് മോർണിംഗ് കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരുവിധം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡീഹൈഡ്രേഷൻ ഇതിനൊരു റീസണാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് സൺലൈറ്റ്. മോർണിംഗ് ഉള്ള സൺലൈറ്റ് നമ്മൾ കൊള്ളുക. അതായത് മോർണിംഗ് നമ്മൾ കുറച്ച് നേരം വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. ഇളം വെയിൽ കൊള്ളാൻ പണ്ട് മുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ചെയ്യുക. കാര്യം അതൊരു മോർണിംഗ് സൺലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഡോപ്പമിനാണ്. അതിനകത്ത് വൈറ്റമിൻ ഡി ഉണ്ട്. അതും ഇസെൻഷ്യലാണ് നമ്മളുടെ എല്ലാവരുടെയും മുടി കൊഴിച്ചിലിനായാലും എല്ലാത്തിനും. അത് വളരെ അത്യന്താപേക്ഷികമായ ഒരു വൈറ്റമിൻ തന്നെയാണ്. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇളം വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ബ്രെയിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. എപ്പോഴും സ്ക്രോൾ ചെയ്ത് എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ റെസ്റ്റ്, ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ ഓടിപ്പോയി സ്ക്രോൾ ചെയ്യും. എന്തെങ്കിലും നമുക്ക് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ കുറച്ച് ടൈം, അത് മോർണിംഗ് ആയിക്കോട്ടെ ഈവനിങ് ആയിക്കോട്ടെ, ഒരു ഡീറ്റോക്സ്, ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് നമ്മൾ ചെയ്തിരിക്കണം. മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. 24 മണിക്കൂറും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി 24 മണിക്കൂറും പ്രാക്ടിക്കലി പറയാൻ പറ്റില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നോക്കുന്നില്ല. എന്നാലും അല്ലാത്ത സമയങ്ങളിൽ, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് സമയമെങ്കിലും ആദ്യം പതിയെ ഫോൺ മാറ്റി വെച്ച് ശീലിക്കുക. ഒരു ദിവസം 1 മണിക്കൂർ നോക്കണ്ട, എന്തൊക്കെ വന്നാലും നോക്കണ്ട. ആ രീതിയിൽ നമ്മളതൊന്ന് സെറ്റ് ചെയ്യണം. ഓവറായിട്ട് സ്ക്രീനിൽ നോക്കി വെട്ടം എല്ലാം കൂടെ വെച്ച് നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയമില്ലാതെ നമ്മൾ ഓരോന്നോരോന്ന് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഫോർത്ത് വൺ ഈസ് സ്പീക്ക് ഔട്ട് ഇമോഷൻസ്. നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന ഇമോഷൻസ് പറയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തി അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറയാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പറയുക. ഇല്ല എങ്കിൽ ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, എഴുതുക. അത് മനസ്സിൽ തന്നെ വെക്കരുത്. മനസ്സ് ഈ ഭാരം എല്ലാം കൂടെ ചുമക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് എഴുതി നമ്മളുടെ ആ ഒരു ഇമോഷൻസ് കളയുക എന്നുള്ളതാണ്. ആ വിഷമവും കാര്യങ്ങളൊന്നും ഉള്ളിൽ വെക്കരുത്. അല്ലാതെ അത് എഴുതുകയോ ആരോടും പറയുകയോ ചെയ്ത് അത് നമ്മുടെ ഉള്ളിൽ നിന്നൊന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഫിക്സ് സ്ലീപ്പ് ടൈം. അതായത് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിരിക്കണം നമ്മൾ ഉറങ്ങുന്നതിന്. ചുമ്മാ എപ്പോഴേലും കിടന്ന്, ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം നമ്മളെല്ലാവരും എപ്പോഴേലും കിടന്ന് എപ്പോഴേലും എഴുന്നേൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതൊന്ന് മാറ്റണം. കൃത്യമായിട്ട് ഒരു സ്ലീപ്പിംഗ് ടൈം, ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂർ പറയുന്നുണ്ടെങ്കിൽ 6 മണിക്കൂറോ 7 മണിക്കൂറോ 8 മണിക്കൂറോ നിങ്ങൾ ആ ഒരു പാറ്റേൺ അത് റെഡിയാക്കി എടുത്തിരിക്കണം. എപ്പോഴും ആ ഫോൺ നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്.
പറ്റാത്ത, ഫോണിൽ നോക്കും എന്താണ്, അല്ലെങ്കിൽ ഒരു പുതിയ നമ്മുടെ ബ്രെയിന് ഇങ്ങനെ ഒരു റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇത് കൊള്ളാം അത് കൊള്ളാം എന്ന് പറയും, നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. പാവമല്ലേ? അതിന് റെസ്റ്റ് കൊടുക്കുക, നിങ്ങളത് മാറ്റി വെക്കുക, നിങ്ങൾ ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കേണ്ട, ഉറങ്ങാൻ പറ്റും. അതുപോലെ എവിടെയെങ്കിലും നമുക്ക് യാത്ര പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്, യാത്രയൊക്കെ പോകാം. അതായത് കംപ്ലീറ്റ് ഒരു റെസ്റ്റ്, നമ്മുടെ വർക്കിൽ നിന്നായാലും നമ്മളുടെ സറൗണ്ടിങ്സിൽ നിന്നാണെങ്കിലും എല്ലാം ഒന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം, ഓക്കെ എന്തൊക്കെയോ ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, എനിക്കിനി കോൺസെൻട്രേഷൻ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അഫർമേഷനും പറയാൻ പറ്റും. അഫർമേഷനായിട്ട് ഞാൻ പഴയതുപോലെ തന്നെ നല്ല കോൺസെൻട്രേഷനോടുകൂടി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല ഫോക്കസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനോടൊപ്പം തന്നെ അഫർമേഷനും പറയാം. പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ബ്രെയിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുന്നില്ല, അതേപോലെ നമ്മുടെ ബ്രെയിന് ടൈം എടുക്കും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോവുകയാണോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക.